ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉച്ച ഊണിന് തയ്യാറാവുകയാണ് കേട്ടോ. കുറച്ച് കറികളൊക്കെ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിള്ളേരെല്ലാവരും എത്തിയിട്ടില്ല. മകൾ വന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അവർ വന്നും പോയി നിൽക്കും. എൻ്റെ വീട്ടിൽ നിന്നില്ല ഇതുവരെ. വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് വിഭവങ്ങളുമായിട്ടുള്ള വീഡിയോ കാണിക്കുന്നതാണ്. ഇപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട വല്ലതുമൊക്കെ അങ്ങ് ഉണ്ടാക്കി കഴിക്കും. ചോറ് എല്ലാ ദിവസവും ഉണ്ടാക്കുകയില്ല, അങ്ങനെയും ഒരു സ്വഭാവമുണ്ട്. എന്താണ് ചപ്പാത്തിയോ ഓട്സോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെയാണ്. എനിക്കങ്ങനെ ഒരു കൃത്യനിഷ്ഠ ഇല്ല ആഹാര കാര്യത്തിൽ. പിള്ളേരൊക്കെ എപ്പോഴും വഴക്ക് പറയും കറക്റ്റായിട്ട് സമയത്ത് ആഹാരം കഴിക്കണമെന്നൊക്കെ. എനിക്കത് ഇത്തിരി ഞാനതിൽ പുറകോട്ടാണ് ഫ്രണ്ട്സ്. എന്തായാലും ഞാനിന്ന് ചോറുണ്ണാനായിട്ട് തയ്യാറാവുകയാണ്. ഓക്കെ, എല്ലാവരും കണ്ടോളൂ. ഇതെന്താന്ന് വെച്ചാൽ, ഇതെല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കുന്ന കറി തന്നെ. ഒരു മുളക് ചട്നി ചപ്പാത്തിക്കും ചോറിനും എന്തോന്നിന് വേണമെങ്കിലും അത് കഴിക്കാം. അതുണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാം എന്നൊരു ശാസ്ത്രവും ഉണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി, നാടൻ രീതിയിലുള്ള മെഴുക്ക് പുരട്ടി എൻ്റെ അമ്മ ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 35 വർഷവും കഴിഞ്ഞ് ആ ഓർമ്മ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ, സ്ഥിരമില്ല, വല്ലപ്പോഴും ഒരിക്കൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും. പഴയ കാലത്ത് അമ്മ ഞങ്ങൾക്ക് കുഞ്ഞുനാളിൽ ചോറ് കിട്ടാനുണ്ടാക്കുന്നത്. ഇത് ഞാൻ നാരങ്ങ അച്ചാറാണ്. നാരങ്ങ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ തോട് ഞാൻ ഉപ്പ് ഭരണിയിലിട്ട് വയ്ക്കും. ഉപ്പ് ഭരണിയിലിട്ട് അത് ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ ഒരു അച്ചാറുണ്ടാക്കും. നല്ല അച്ചാറാണ്, നല്ല ടേസ്റ്റിയാണ്. അതിൽ പിന്നെ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത്, നല്ലെണ്ണയൊക്കെ ചേർത്ത്, മുളക് പൊടി, കായപ്പൊടി ഒക്കെ ചേർത്ത്, ഉലുവ ചേർക്കും. എല്ലാം ചേർത്ത് നല്ല ടേസ്റ്റിയാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ മറ്റച്ചാറുകൾ നമുക്ക് പുറകോട്ടായി പോകും. അങ്ങനെ എൻ്റെ ഈ ഇന്നത്തെ ഊണിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. സബ്സ്ക്രൈബൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു തരിക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇത് പിള്ളേർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉടൻ തന്നെ ഞാൻ പഴയ ഗൂസ എടുത്ത് വെളിയിൽ വെച്ചു. അതിൽ ഇനി വെള്ളം ചൂടാക്കി തണുപ്പിച്ചൊഴിക്കും. ഫ്രിഡ്ജിലെ വെള്ളം അവർ കുടിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യും. അതിന്ന് കഴുകിയെടുത്ത് പുറത്ത് വെച്ചു. പക്ഷേ വെള്ളം ഒഴിച്ചില്ല, വെള്ളം തിളയ്ക്കുന്നേ ഉള്ളൂ. ഇനി നല്ലവണ്ണം തണുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനൊന്ന് ചോറ്